ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അപ്പം കൊണ്ടുപോരായികയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. യേശുദമ്പുരാനും ശിഷ്യന്മാരും കൂടെ ഗന്നസരേത്ത് തടാകത്തിലൂടെ പടകിൽ ഇങ്ങനെ യാത്ര ചെയ്യുക. ഈ യാത്രയിൽ അവർക്ക് ഭക്ഷിപ്പാനുള്ള അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നുപോയി. അപ്പം ഇല്ലാഞ്ഞിട്ടല്ല, എടുപ്പാൻ മറന്നുപോയി. ഇതിന് തൊട്ട് മുമ്പ് ഗലീലയിലെ ആ മലയിൽ കയറിയിരുന്നുകൊണ്ട് യേശുദമ്പുരാൻ ജനങ്ങളോട് വചനം ഘോഷിച്ചു കഴിഞ്ഞ് അവിടെ 4000-ലധികം പുരുഷന്മാരുണ്ട്, അതിന് ഒപ്പമുള്ള സ്ത്രീകളുണ്ട്, പൈതങ്ങളുണ്ട്. അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലായിരിക്കെ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളതിന് കൊണ്ടുവരാൻ പറഞ്ഞു. ശിഷ്യന്മാരുടെ പിരിവെടുത്ത് അവിടെയുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്നും കിട്ടി. 7 അപ്പവും കുറേ ചെറുമീനും കിട്ടി. അതിനെ വാഴ്ത്തി വർദ്ധിപ്പിച്ച് ഈ ശിഷ്യന്മാർ കൊടുത്ത് 4000-ലധികം പുരുഷന്മാരും ഇത്രയധികം സ്ത്രീകളും പൈതങ്ങളും ഒക്കെ കഴിച്ചതിന് ശേഷം, അവർ തിന്ന് തൃപ്തി ആയതിനു ശേഷം 7 വട്ടി അപ്പം അവിടെ ശേഷിച്ചത് അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. 7 വട്ടി അപ്പം അവിടെ ഉണ്ട്, നിറച്ച അപ്പം ഉണ്ട് അവിടെ. എന്നാൽ ഈ അപ്പത്തിൽ നിന്ന് കുറേ എടുത്ത് ഇവരുടെ യാത്രയ്ക്ക് കരുതുവാൻ, അവർക്ക് ഭക്ഷിപ്പാനായിട്ട് എടുക്കാൻ ഈ ശിഷ്യന്മാർ മറന്നുപോയി. ഈ മറന്നുപോയ ആ അബദ്ധം അവർ തമ്മിൽ പറയുകയാണ്, ശിഷ്യന്മാർ തമ്മിൽ പറയുകയാണ്. അവരെ ഒന്നുകിൽ ഞാൻ എടുക്കും, നീ എടുക്കുമെന്ന് കരുതി കാണും, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു കാണും, ആ ആളെടുക്കാൻ മറന്നുപോയി കാണും. അങ്ങനെ എടുക്കാൻ മറന്നുപോയി, അപ്പം എടുക്കാൻ മറന്നുപോയി. അവർക്ക് ഭക്ഷിപ്പാനായിട്ട് അപ്പം കരുതുവാൻ മറന്നുപോയപ്പോൾ പരസ്പരം കുറ്റം പറഞ്ഞും തർക്കിച്ചും ഇങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പത്തെക്കുറിച്ച് തർക്കത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുദമ്പുരാൻ അവരോട് പറയുകയാണ്, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ. പക്ഷേ ഈ അപ്പത്തെക്കുറിച്ചൊരു തർക്കമാണ്. ആ തർക്കത്തിനിടയിലാണ് യേശുദമ്പുരാനോട് പറയുന്നത്, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ. പക്ഷേ ഈ ഒരു പ്രസ്താവന ശിഷ്യന്മാർക്ക് അവരെ പരിഹസിക്കുന്നതായിട്ടാണ് തോന്നിയത്, കളിയാക്കുന്നതായിട്ടാണ് തോന്നിയത്. കാരണം കർത്താവ് ഇങ്ങനെ പറയുന്നതായിട്ട് അവർക്ക് തോന്നിയത്, എന്തായാലും നിങ്ങൾക്ക് അപ്പം ഇല്ലല്ലോ ഉച്ചയ്ക്ക് ഭക്ഷിക്കാൻ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവുണ്ടല്ലോ, അവിടെ ചെന്ന് അതുകൊണ്ട് എടുത്ത് അപ്പം ഉണ്ടാക്കി കഴിക്കാം എന്ന രീതി, കളിയാക്കുന്ന രീതിയിലാണ് അവർ യേശുദമ്പുരാൻ്റെ ആ പ്രസ്താവനയെ വളച്ചൊടിച്ചത്. കാരണം യേശുദമ്പുരാൻ സതുദ്ദേശത്തോടെയാണ് പറഞ്ഞത് ഈ സദൂക്യരുടെയും പരീശന്മാരുടെയും ഒക്കെ പുളിച്ച ഉപദേശങ്ങൾ, ദുഷിച്ച ഉപദേശങ്ങൾ. കാരണം അവരുപദേശിക്കുന്നതേ ഉള്ളൂ, പ്രസംഗിക്കുന്നതേ ഉള്ളൂ, അതൊന്നും ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുന്നില്ല. അവർ വെറുതെ ഇങ്ങനെ ആൾക്കാരെ കാണിക്കാനായിട്ട് പ്രസംഗിക്കുന്നതേ ഉള്ളൂ. കാരണം ഇതിന് തൊട്ട് മുമ്പ് ഈ പടകിലേക്ക് കയറുന്നതിന് മുമ്പ്, ഗന്നസരേത്ത് തടാകത്തിൽ ആ പടകിലേക്ക് കയറുന്നതിന് മുമ്പ് യേശുദമ്പുരാൻ സദൂക്യരും പരീശന്മാരുമായിട്ട് തർക്കിക്കുന്നുണ്ട്. അടയാളം ചോദിച്ചുകൊണ്ട് വരുന്ന ആ പരീശന്മാരും സദൂക്യരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അടയാളം ലഭിക്കുകയില്ല. കാരണം യേശുദമ്പുരാൻ എത്രയേറെ അടയാളങ്ങളും അത്ഭുതവും ചെയ്യുന്നുണ്ട്, അതൊന്നും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ യേശുദമ്പുരാനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ പിന്നെയും അടയാളം ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം യഥാർത്ഥത്തിലൊരു അന്ധനാണെങ്കിൽ അദ്ദേഹത്തിന് കാണത്തില്ല. എന്നാൽ അന്ധനായിട്ട് നടിക്കുന്ന ഒരാളെ എങ്ങനെയാണ് കാണിക്കുന്നത്? അപ്പോൾ അതുപോലെയാണ് ഈ പരീശന്മാരും സദൂക്യരും പറയുന്നത്. അവിടെ അടയാളം ചോദിക്കുക, വീണ്ടും അടയാളം ചോദിക്കുമ്പോൾ താൻ ഇതേവരെ ചെയ്ത അടയാളങ്ങൾ സാധാരണ മനുഷ്യർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത, ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന അടയാളങ്ങളെ ഇതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വിശ്വസിക്കാതെ പിന്നെയും അടയാളം ചോദിക്കുമ്പോൾ യേശുദമ്പുരാനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണം കണ്ടുകൊണ്ടും അവരുടെ ആ മനസ്സിലെ ആ കളങ്കപ്പെട്ട ആ ദുഷിച്ച മനസ്സും കണ്ടുകൊണ്ട് കർത്താവ് അവരെ വിമർശിക്കുന്നുണ്ട്. ഈ വിമർശിച്ചു കഴിഞ്ഞാണ് യേശുദമ്പുരാൻ ഈ പടയിലേക്ക് കയറുന്നതും ഈ ശിഷ്യന്മാരോട് അത് വെച്ചാണ് ശിഷ്യന്മാരോട് പറയുന്നത്, സദൂക്യരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുകയും. കാരണം അവരുടെ ഉപദേശിക്കുന്നത് മാത്രമേ ഉള്ളൂ, അവരാരെയും അംഗീകരിക്കുന്നില്ല, അവർ മാത്രമേ കേമന്മാരുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടിക്കുകയും അവരെ പറയുന്ന ആ ന്യായപ്രമാണങ്ങളോ അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന ഒന്നും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാതെ പ്രസംഗത്തിൽ മാത്രം, ഉപദേശത്തിൽ മാത്രം ഒതുക്കുമ്പോൾ അവരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, അവരെപ്പോലെ നിങ്ങളെ ആകരുത്, നിങ്ങൾ ഈ പങ്കിടലിൻ്റെ അനുഭവം വേണം, സ്നേഹിക്കണം എന്ന് പറയാനാണ് കർത്താവ് ആ ഒരു ഒറ്റ വാക്കിൽ നിർത്തിയത്. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെങ്കിൽ ശിഷ്യന്മാർ അത് തെറ്റിദ്ധരിച്ചു, തങ്ങളെ കളിയാക്കുന്ന പോലെയാണ് തോന്നുന്നത്. പ്രിയമുള്ളവരെ, ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും ധാരണകളും ചിന്തകളും വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അത് ശ്രവിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നത്. അവിടെ ഇതുപോലെ തെറ്റിദ്ധാരണകളുണ്ടാകും.
അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അബദ്ധം നമ്മൾ ചെയ്തിട്ടുണ്ട്, കുറ്റം ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരോട് ചെയ്ത തെറ്റുകൾ, അവർ സദുദ്ദേശത്തോടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർ സദുദ്ദേശത്തോട് സംസാരിച്ചാലും ശരി, നമ്മളുടെ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടാണ് അവരെ വിലയിരുത്തുന്നത്. അപ്പോൾ അവിടെ കലഹമുണ്ടാവും. ഇതുപോലെ ശിഷ്യന്മാർക്ക് ഈ യേശുദമ്പുരാൻ തങ്ങളെ കളിയാക്കുന്നതായിട്ടാണ് തോന്നിയതുപോലെ നമുക്കും ഇങ്ങനെ തോന്നും. ഇതുപോലുള്ള സംഭവങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് യാക്കോബ് ഹാരാനിൽ നിന്നും പദ്ദൻഅരാമിൽ നിന്നും പിതൃദേശത്തേക്ക് കനാൻ ദേശത്തേക്ക് ഓടുന്നുണ്ട്. അതായത് ലാബാന്റെ അടുക്കിൽ നിന്നും പിതൃദേശത്തേക്ക് കനാൻ ദേശത്തേക്ക് ഒളിച്ചോടുകയാണ്. അങ്ങനെ ആ ഒളിച്ചോട്ടം നടക്കുന്നത് ഈ ലാബാനും തൻ്റെ മക്കളും അവിടെ ഇല്ലാത്ത സമയത്താണ് യാക്കോബ് തൻ്റെ ഭാര്യമാർ, ആ ഭാര്യമാരെന്ന് പറയുന്നത് ഈ ലാബാന്റെ മക്കൾ തന്നെയാണ്, ലേയും റാഹേലും. അവരെയും മക്കളെയും അവൻ്റെ സകല സമ്പത്തുമായിട്ട് യാക്കോബ് ഒളിക്കുന്നുണ്ട്. അപ്പോൾ ഓടിപ്പോരുകയാണ്. ഓടിപ്പോകുമ്പോൾ ആ സമയത്ത് ലാബാനും മക്കളും അവിടെ ഇല്ല. അവരുടെ ആടിനെയും കൊണ്ട് രോമം കത്തിരിക്കാൻ ദൂരെ പോയിരിക്കുകയാണ്. ആ സമയത്താണ് ഈ യാക്കോബ് ഒളിച്ചോടുന്നത്. ഇത് ഈ ലാബാന് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ യാക്കോബും ഭാര്യമാരും എല്ലാം തൻ്റെ മക്കളൊക്കെ ഓടിപ്പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ലാബാൻ അവരെ പിന്തുടർന്ന് ഗിലെയാദ് പർവ്വതത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ ഗിലെയാദ് പർവ്വതത്തിൽ ഇങ്ങനെ തൻ്റെ പിന്നാലെ ഈ ലാബാനും മക്കളും സൈനികളുമായിട്ട് വരുന്നത് കണ്ടപ്പോൾ യാക്കോബ് സത്യത്തിൽ ഭയന്നു. കാരണം യാക്കോബ് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മര്യാദയില്ലാതെ ഇതേവരെ തന്നെ ചേർത്ത് നിർത്തിയ ആ ലാബാനെയും മക്കളെയും ഒക്കെ വിട്ട് ഓടിപ്പോവുക, അവരോടൊരു വാക്ക് ചോദിക്കാതെ, അവരോട് യാത്ര ചോദിക്കാതെ ഓടിപ്പോവുകയാണ്. ആ ഒരു കുറ്റബോധം യാക്കോബിൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴാണ് ലാബാന് വളരെ ശക്തിയുള്ളവന്, സമ്പന്നനാണ്, നല്ല സ്വാധീനമുള്ളവന്, തൻ്റെ പിന്നാലെ വരുന്നു. യാക്കോബ് കരുതുകയാണ് തീർച്ചയായിട്ടും ഇവൻ എന്നെ കൊന്നിട്ട് അവൻ്റെ മക്കളെയും കൊണ്ട് പോകും. അവൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഈ യാക്കോബിൻ്റെ ഭാര്യമാർ ലേയും റാഹേലിനെയും മക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുള്ള ധരിച്ച് ഇങ്ങനെ പേടിച്ചിരിക്കുക. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ ലാബാൻ ഇങ്ങനെ കൂളായിട്ട് വന്നിട്ട് ഈ ഗിലെയാദിൽ അവർ കൂടാരം അടിച്ചിരിക്കുക യാക്കോബൊക്കെ അവരുടെ കൂടാരങ്ങളിലൊക്കെ ചെന്ന് ചെക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്ന്, ഞാനൊരു കാര്യം നോക്കാനാ വന്നേ, നീ സമാധാനമായിട്ട് പൊക്കൂ, എന്നാലും നീ മര്യാദയുടെ കാണിച്ച് എന്നോടൊരു വാക്ക് ചോദിച്ചായിരുന്നെങ്കിൽ നിന്നെ സമാധാനമായിട്ട് നല്ലൊരു യാത്രയൊക്കെ തന്നേനമായിരുന്നു, എൻ്റെ മക്കളെയൊക്കെ ഒന്ന് ചുംബിച്ചു വിട്ടേനമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. എന്നാലും നിന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് ദോഷമായിട്ടോ ഗുണമായിട്ട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് നീ പൊക്കൂ, എന്നാലും നീ മര്യാദയുടെ കാണിച്ച്, ഞാനിവിടെ വന്നത് എൻ്റെ ദേവന്മാരെ കാണുന്നില്ല, നീ അറിഞ്ഞോ അറിയാതെയോ നിൻ്റെ ആൾക്കാരോ എൻ്റെ മക്കളോ ആരെങ്കിലും ആ ദേവന്മാരെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കാൻ വന്നാന്ന് പറഞ്ഞ് ഈ ലാബാന് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ യാക്കോബ് ഭയന്നുപോയി. യാക്കോബ് ഭയന്ന എന്താണ്? അവൻ്റെ ഉള്ളിലൊരു തെറ്റുണ്ട്, അവൻ ഒളിച്ചോടിയതായി, ലാബാനോട് യാത്ര പറയാതെ ഒളിച്ചോടിയതാണ്. ആ തെറ്റ്, ആ അബദ്ധം, ആ കുറ്റബോധം വെച്ചുകൊണ്ടാണ് ഈ ലാബാന്റെ വരവിനെ ഈ യാക്കോബ് വിലയിരുത്തുന്നത്. അപ്പോൾ അവിടെ തെറ്റിദ്ധാരണ ഉണ്ടായി, തമ്മിലൊരു ക്ലാഷ് ആവുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണാം യാക്കോബ് യാത്ര തുടരുകയാണ്. യാക്കോബ് യാത്ര തുടർന്ന് ഈ യാബോക്ക് നദിക്കരെ അക്കരെ കടന്നിട്ട് ഏദോം നാട്ടിലൂടെ കടക്കാൻ നേരം ആ സെയിർ നഗരത്തിന്റെ അവിടെ ആകുമ്പോൾ അറിയുന്നുണ്ട് ഏശാവ് 400 ആൾക്കാരുമായിട്ട് തനിക്കെതിരെ വരുന്നുള്ളത്. അപ്പോഴും യാക്കോബ് ഭയക്കുന്നുണ്ട്. കാരണം യാക്കോബ് ഏശാവിനെ വഞ്ചിച്ചതാണ്, അവൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്താൻ അവനെ വഞ്ചിച്ച് ഓടിയതാണ്. അപ്പോൾ അതിൻ്റെ പകരം വീട്ടാനായിരിക്കും ഏശാവ് തനിക്കെതിരെ വരുന്നതെന്ന് ഈ യാക്കോബ് ധരിക്കുകയാണ്. കാരണം എന്താണ്? യാക്കോബിൻ്റെ മനസ്സിലുള്ളത് അവനോട് ചെയ്ത ആ വഞ്ചന മനസ്സിലുണ്ട്. അത് വെച്ചാണ് ഈ ഏശാവിൻ്റെ വരവിനെ വിലയിരുത്തുന്നത്. പക്ഷേ ഏശാവ് വന്ന എന്താണ്? സദുദ്ദേശത്തോടുകൂടിയാണ് വന്നത്. സദുദ്ദേശത്തോടെ തൻ്റെ സഹോദരനെ ഇതുവഴി വരുന്നുണ്ട്, അവനെ സ്വീകരിക്കാനും അവനെ ഒന്ന് ആലിംഗനം ചെയ്യുവാനുമായിട്ടാണ് ഏശാവ് വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ആ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ട്, നമ്മളുടെ ധാരണകൾ വെച്ചുകൊണ്ട് മറ്റുള്ളവർ നമ്മോട് എന്തെങ്കിലും പറയുമ്പം അവരുടെ വാക്കുകളെ വിലയിരുത്തുകയും വളച്ചൊടിക്കുകയും ചെയ്ത് തമ്മിൽ തർക്കമുണ്ടാകുകയും അല്ലെങ്കിൽ അവിടെ ഒരു ഭിന്നത ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാം ഏലി പുരോഹിതന് നമ്മുടെ ഹന്ന കണ്ണീരോടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ മനസ്സിൽ നിന്നാണ് പ്രാർത്ഥന വരുന്നത്, ചുണ്ടു മാത്രമേ ഇങ്ങനെ അനങ്ങുന്നുള്ളൂ. അനങ്ങുമ്പോഴേ ഏലി പുരോഹിതൻ അവിടെ നിന്ന് എവിടെ നോക്കുക, ഇങ്ങനെ ചുണ്ടു മാത്രം ഇങ്ങനെ അനങ്ങുമ്പോൾ അയാൾ വിലയിരുത്തുകയാണ്, ഇവൾ മദ്യപിച്ചാണ് വന്നിരിക്കുന്നത്, വീഞ്ഞു കുടിച്ച് മത്തയാവെന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പം ഇവിടെ അത് എന്തുകൊണ്ടാണ് ആ ഏലി അങ്ങനെ മനസ്സിലങ്ങ് വിചാരിക്കുന്നത് വെച്ചാൽ, ഏലിയുടെ മക്കൾ 2 പേരും
അവിടെ പെണ്ണുപിടിയന്മാരും ഈ വീഞ്ഞു കുടിച്ച് മത്തന്മാരിരിക്കുന്നവരാണ്. പലപ്പോഴും ഈ ഏലി ഈ മക്കളിലെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെ ചുണ്ട് മാത്രം അനക്കി പ്രാർത്ഥിക്കുന്നതിനോട്. അത് വെച്ചുകൊണ്ടാണ് ഏലി ഈ ഹന്നായെ വിലയിരുത്തുന്നത്. അപ്പൊ അത് തുറന്നു പറയുകയും ചെയ്യണം. അവരുടെ ധാരണ എന്താണ്, വസ്തുതകൾ എന്താണ് യഥാർത്ഥമെന്ന് മനസ്സിലാക്കാതെ അത് തുറന്ന് ഏലി പുരോഹിതന് ഹന്നായോട് പറയാണ്, നീ എന്തുവാടി മദ്യപിച്ചിട്ടാണ് ഒരു കൊച്ചെ വന്ന് പ്രാർത്ഥിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ അവൾ വളരെ ഭവ്യതയോടെ പറയാണ്, എൻ്റെ ഹൃദയം പകരുകയാണ്, എനിക്ക് മക്കളില്ല, ആ വിഷമം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് ഹന്ന പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ ആയിരുന്നെങ്കിൽ അത് മുഖം നോക്കി ഒറ്റ അടി അടിച്ചേനായിരുന്നു. പുരോഹിതനാ മദ്യച്ച് അനാവശ്യം പറയുന്നത് അടിച്ചേനെ വരുന്നു. അവിടെ ഭിന്നത ഉണ്ടായേനെ വരുന്നത്. കാരണം തെറ്റായ ഒരു വസ്തുതയെ നമ്മുടെ മുമ്പിലിരിക്കുന്നവർ ആരെങ്കിലും നമ്മൾ പറയുന്നതൊക്കെ ഇതുപോലെ തെറ്റായി വളച്ചൊടിക്കുക, നമ്മുടെ മനസ്സിലെ ധാരണ വെച്ച് മറ്റുള്ളവരെ വിലയിരുത്തി അവർ പറയുന്നതിനെ നമ്മൾ വളച്ചൊടിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഭിന്നതയുണ്ടാകും. ഇത് എവിടെ ഉണ്ടാകും? ഇപ്പം ഞാൻ പണ്ട് വായിച്ച ഒരു പുസ്തകം, അത് പിന്നെ ജഗദീഷ് ശ്രീകുമാറിന്റെ സിനിമയായിട്ട് ഞാൻ കണ്ടു. ജഗദീഷ് ശ്രീകുമാർ ഒരു സിനിമ ആ ഒരു രംഗം അഭിനയിക്കുന്നത് ഞാൻ കണ്ടു. ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ്, ഞാൻ വായിച്ച പുസ്തകത്തിൽ ഇങ്ങനെയാണ് എൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ ഇങ്ങനെയാണ്, അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ ദൂരയാത്ര ചെയ്ത് സ്വദേശത്തേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിലൂടെയാണ് ഇങ്ങനെ മടങ്ങുന്നത്. അങ്ങനെ മടങ്ങുമ്പം അത് സന്ധ്യയായി, രാത്രിയായി. ഇദ്ദേഹം എന്തായാലും ഇനിയും കുറേയേറെ ദൂരം ചെന്നാലും രാവ് മൊത്തം നടന്നാലും തൻ്റെ ഗ്രാമത്തിൽ എത്തത്തില്ല. അപ്പൊ അതുകൊണ്ട് രാത്രിയായി, കൂരിരുട്ടാണ്. അവിടെ ആയപ്പോൾ ഇയാൾക്ക് ഒരു ദിവസം അന്തി ഉറങ്ങണം. അങ്ങനെ അന്തി ഉറങ്ങാനായിട്ട് വെളിച്ചം കണ്ട ഒരു വീട്ടിലേക്ക് കടന്നു ചെന്ന് കതവിന് മുട്ടി. അവിടെ ചെന്ന് വീട്ടോടെ ഇറങ്ങി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഒന്ന് അന്തി ഉറങ്ങണം, ഒരു രാത്രി ഇവിടെ നിന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കാം. അപ്പോൾ ആ വീട്ടുടയൻ പറയാണ്, അയ്യോ അത് പറ്റത്തില്ല, ഇവിടെ എൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യയും 2 പെൺമക്കളുമുണ്ട്, ഇവിടെ ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അയാൾ നിരാശനായി ഇറങ്ങി അടുത്ത വീട്ടിൽ പോവുകയാണ്. അടുത്ത വീട്ടിൽ ചെന്നപ്പോഴും കതവിന് മുട്ടി. അവിടെയും ഇത് തന്നെ മറുപടി പറയുന്നത്, ഇവിടെ പറ്റത്തില്ല, 2 പെൺമക്കളെ ഉണ്ട്, സ്ഥലമൊന്നുമില്ല പ്രത്യേകിച്ച് കിടത്താൻ, അതിനൊക്കത്തില്ലെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുകയാണ്. 3ാമത്തെ വീട്ടിൽ ചെന്നപ്പോഴും ഇത് തന്നെ അങ്ങോട്ട് കിട്ടുന്നത്, ഇവിടെ ഭാര്യയും പെൺമക്കളും ഒക്കെ ഉണ്ട്, ഇവിടെ സ്ഥലമില്ല എന്ന് പറയാം. ഇവൻ അങ്ങനെ കടന്ന് കുറേ നേരം കഴിഞ്ഞപ്പം ഒരു വീട് കണ്ടു. ആ വീട്ടിൽ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കഴിഞ്ഞ 3 വീട്ടുകാർ പറഞ്ഞ ആ കാര്യം ഇയാളുടെ മനസ്സിലുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇയാൾ ആ വീട്ടുടയനോട് പറയുന്നത്. കതവ് മുട്ടി ആ വീട്ടുടയൻ ഇറങ്ങി വന്നു. അദ്ദേഹത്തിനോട് പറയുകയാണ്, ഇവിടെ പ്രായമായ പെൺമക്കളുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പം ആ വീട്ടുടയൻ ചോദിച്ചു, എന്താ കാര്യം? എനിക്കൊന്ന് അന്തി ഉറങ്ങാനാണെന്ന് പറയുകയാണ്. പിന്നത്തെ കാര്യം അറിയാമല്ലോ, അയാൾ ഈ മനുഷ്യനെ നല്ലപോലെ പെരുമാറി. അപ്പൊ ഇതേപോലെ നമ്മുടെ മനസ്സിലുള്ളത് തമ്മിൽ വിലയിരുത്താൻ, നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നവരും തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് ക്ലാഷ് ഉണ്ടാകുന്നത്. ഇത് കുടുംബത്തിൽ നടക്കും, പിന്നെ സമൂഹത്തിൽ നടക്കും, സഭയിൽ നടക്കും. ഇവിടെ തന്നെ ശിഷ്യന്മാര് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? കാരണം 3.5 കൊല്ലക്കാലം യേശുമ്പുരാനോട് നടന്നിട്ടും യേശുമ്പുരാന്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ടും അവരെ യേശുമ്പുരാനെ യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല, വിലയിരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് യേശുമ്പുരാൻ ചോദിക്കുന്നത്, നിങ്ങൾ തിരിച്ചറിയാത്തതെന്ത്? 5 അപ്പം കൊണ്ട് എത്ര പേരെ ഞാൻ പോഷിപ്പിച്ചു? 7 അപ്പം കൊണ്ട് എത്ര പേരെ ഞാൻ പോഷിപ്പിച്ചു? നിങ്ങൾ തിരിച്ചറിയാത്തതെന്ന്, മനസ്സിലാക്കാത്തതെന്ന്. മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, തമ്മിൽ പരസ്പരം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകൾ വരുന്നത്. അവിടെ സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അനുഭവിച്ചറിയുകയും തമ്മിൽ രുചിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. പരസ്പരം സ്നേഹമില്ലാത്തത്. എൻ്റെ ഭാര്യ പറയുന്നത് സദുദ്ദേശത്തോടുകൂടിയാണ്, എൻ്റെ ഭർത്താവ് പറയുന്നത് സദുദ്ദേശത്തോടുകൂടിയാണെന്ന് വരുത്തുന്നത് എങ്ങനെയാണ്? അവർ പരസ്പരം പറ്റിച്ചേരുമ്പോഴാണ്, അവർ ഒരേ ശരീരമാകുമ്പോഴാണ്, ഒരേ മനസ്സാകുമ്പോഴാണ്. അവിടെ സ്നേഹം വേണം. സ്നേഹമില്ലാത്തിടത്താണ്, പരസ്പരം മനസ്സിലാക്കാത്തടത്തും പരസ്പരം പറ്റിച്ചേരാത്തിടത്തോടും രുചിച്ചറിയാത്തിടത്തുമാണ് ഇതുപോലെയുള്ള പ്രശ്നമുണ്ടാവും. ഈ ഭിന്നതകളും തെറ്റിദ്ധാരണകളും തന്നെ കളിയാക്കുക എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നത്. ഇവിടെ ശിഷ്യന്മാരോട് കർത്താവ് പറയാണ്, നിങ്ങൾ തിരിച്ചറിയാത്തതെന്ത്? അപ്പോഴും ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരെ യേശുമ്പുരാനെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ പുനരുത്ഥാനത്തിന് ശേഷം, പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അവർക്കെല്ലാം മനസ്സിലായി. ഈ പരിശുദ്ധാത്മാവിൻ്റെ വരം നമ്മളിൽ ഇല്ലാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സ്നേഹം, ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം, സത്ഫലങ്ങളെന്ന് പറയുന്ന നീതി, വിശ്വസ്തയെല്ലാം, മറ്റുള്ളവരെ ശ്രേഷ്ഠമാണെന്നൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വരം നമ്മളിൽ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ പരസ്പരം പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത് അവരുടെ സദുദ്ദേശത്തോടെയാണോ എന്ന് വിലയിരുത്തുവാൻ തക്കവണ്ണം, അത് സ്നേഹത്തിൻ്റെ
നിന്നാണ് ഉത്ഭവിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സൽഫലങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനും നിറവുകൾ വരുവാനും സ്നേഹത്തിൽ വസിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ചേർത്ത് നിർത്തുവാനും മറ്റുള്ളവർ പറയുന്നവരെ തെറ്റിദ്ധരിക്കാതെ അവർ സദ്യസ്ഥയോടെയാണ് പറയുന്നത് ആ തിരിച്ചറിയുവാൻ തക്കവണ്ണം പരസ്പരം സ്നേഹിക്കുവാനും സമാധാനത്തോടെ കഴിയുവാനും നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.